ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ സച്ചിയും രേവതിയും കൂടെ സംസാരിക്കുവാണ്. സച്ചേട്ടൻ ഇങ്ങനെ കുടിച്ചിട്ട് വന്നതുകൊണ്ടല്ലേ അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ സച്ചി ഉപദേശിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് രേവതി ഇതുപോലത്തെ സാധനമൊക്കെ കഴിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാം. ആകെ എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നുന്നു, ഓർക്കുകയെ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ആൾക്കാർ വലിയ വില കൊടുക്കുന്ന ഈ സാധനമൊക്കെ മേടിക്കുന്നത്? കൊള്ളില്ലെന്നേ അത്. സത്യം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുക. അപ്പോൾ രേവതി അകത്തേക്ക് കയറി പോകണം. അയ്യോ പോലെ മോളെ പോലെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ പിടിച്ചിരുത്തുന്നു. അപ്പോൾ സച്ചേട്ടൻ ഉറക്കം വരുന്നില്ലെന്നേ. അപ്പോൾ അതിന് ഞാനെന്ത് വേണം? സച്ചേട്ടൻ എന്താ പറ്റിയേ? അല്ല, കുറച്ച് നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ സച്ചേട്ടന് ഉറക്കം വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ? എൻ്റെ പൊന്നുമോളല്ലേ, പൊന്നല്ലേ? അപ്പം പൊന്നല്ല ഗോൾഡ് ഗോൾഡ് മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി പറഞ്ഞു കേട്ടോ. ഉറക്കത്തിൽ കിടന്ന് പറയാണ് സുധി. അപ്പം അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്ന് രേവതി ചോദിച്ചു. അകത്തേക്ക് വരാനാണോ ഭാവം? ഓ നോ ഞാൻ വരില്ല. ഞാനൊരു ജെന്റിൽമാനാ. അകത്തേക്ക് കയറരുതെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ എന്നോട്. ഞാൻ കയറില്ല. ഞാൻ അനുസരണയുള്ള മകനാ. അച്ഛൻ പറഞ്ഞാലേ ഈ സച്ചി ഇനി അകത്ത് കയറത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിന്നെ എൻ്റെ പൊന്ന് രേവതി മോളിതാ വാതിലകത്തിരിക്കുക, സച്ചേട്ടൻ പുറത്തിരിക്കാം, എന്നിട്ട് നമുക്ക് വർത്താനം പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം. സച്ചിയാണെ പാട്ട് പാടുന്നു. ഇതൊക്കെ കണ്ട് രേവതി ഇങ്ങനെ അന്തം വിട്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പാട്ട് പാടുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തും ഏറ്റ് പാട്ട് പാടുന്നു. അപ്പോഴത്തേക്ക് രേവതി സച്ചിയുടെ വാ പൊത്തിപ്പിടിച്ചു. മിണ്ടാതിരിക്കുക സച്ചിയേട്ടാന്നും പറഞ്ഞു. ഓ സച്ചിയേട്ടാ, എന്താ സച്ചിയേട്ടാ, മറ്റുള്ളവർ കിടന്ന് ഉറങ്ങിക്കോട്ടെ, അവരുടെ ഉറക്കം കളയല്ലേ എന്ന് രേവതി സച്ചിയോട് പറയാം. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഈ സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അപ്പം അവർ ഉറങ്ങി കാണുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് ഇറങ്ങി വരുക. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നു. ഇവരിനിയും ഉറങ്ങിയില്ലേ? എൻ്റെ പൊന്നോ, ഈ രണ്ടുപേരും എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി അവിടെ വന്ന് നിൽക്കുക കേട്ടോ. പാത്തും പതുങ്ങി നോക്കാം. കുറച്ച് കഴിഞ്ഞ് വരെ ഇവർ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അതേ സച്ചേട്ടാ അവർക്ക് പാട്ട് പാടണമെന്നേ പറഞ്ഞുള്ളൂ, സംസാരിച്ചോളാൻ പറഞ്ഞു രേവതി സച്ചിയോട്. അത് പിന്നെ രേവതി മോളെ, അതെ സച്ചേട്ടൻ എന്തുകൊണ്ടാണ് ഇന്ന് കുടിച്ചതെന്ന് അറിയാവോ? അപ്പം എനിക്കറിയില്ല. ഞാൻ നിന്നെ ഓർത്താ കുടിച്ചതെന്ന് സച്ചി പറയുമ്പോൾ നിന്നെ ഓർത്തിട്ടോ? നിന്നെ ഓർത്തിട്ട് അതെ, ഞാൻ ബിസിനസ്സുമാനാണ്, മുതലാളിയാണെന്നൊക്കെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് പറയൂലേ ഈ കിടക്കുന്നവൻ. പക്ഷേ പാവം, നിനക്കതൊന്നും പറയാനുള്ള ഭാഗ്യമില്ലല്ലോ. പക്ഷെ ഇന്ന് അങ്ങനെയൊക്കെ എനിക്ക് സന്തോഷമായി. ഇവൻ നന്നായി കാണണം. ശ്രുതി എടോ എന്ന് പറഞ്ഞ ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എപ്പോഴും ഇവനെ വഴക്ക് പറയും, ഓട്ടക്കാരൻ, വഴക്കാളി. അപ്പോൾ നിങ്ങളുടെ ഏട്ടനെ ഡീലർഷിപ്പ് കിട്ടിയ സന്തോഷം കൊണ്ടാണ് കുടിച്ചതല്ലേ എന്ന് രേവതി ചോദിക്കും. അതെ എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ എന്നെ ഓർത്ത് കുടിച്ചതെന്ന് പറഞ്ഞേ? അപ്പോഴത്തേക്കും സച്ചിരുന്ന് കരയാൻ തുടങ്ങി. അതെ, അത് പിന്നെ മോളെ രേവതി, അത് പിന്നെ നിന്നെ ചതിച്ച് മണ്ഡപത്തിലേക്ക് ഉപേക്ഷിച്ച് ഓടിപ്പോയവൻ അതെ ഈ കിടക്കുന്നവൻ. അപ്പോഴത്തേക്ക് രേവതിക്ക് ദേഷ്യം വന്നു. ആ പാർലറേട്ടത്തിക്ക് നിന്നെ ഇഷ്ടമല്ല. പിന്നെ അവൾ ഓരോന്ന് പറഞ്ഞ് നിന്നെ കുത്താറില്ലേ, എന്നിട്ടും നീ അവർക്ക് വേണ്ടി അങ്ങനെ വേഷം കെട്ടി അവിടെ നിന്നില്ലേ? അപ്പോൾ എൻ്റെ രേവതിയുടെ കൈകൾ തനി തങ്കം, ഗോൾഡ് പോലെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗോൾഡ് പോലെ ഒരു ഭാര്യ എനിക്ക് കിട്ടി. ആ ഒരു സന്തോഷത്തിന് സച്ചേട്ടൻ കുടിച്ചേ. അപ്പം ഇഷ്ടമായി. കുടിക്കാനുള്ള ഓരോരോ കാരണങ്ങളെ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. സച്ചേതരം ചീറ്റി മനസ്സിലായിരിക്കുക. അപ്പം എനിക്കും ഗോൾഡ് പോലത്തെ ഒരു ഭർത്താവിനെയാണ് കിട്ടിയതെന്ന് രേവതി പറയുമ്പം അപ്പം ആ സന്തോഷത്തിൽ കുടിക്കാറുന്നില്ലേ, 2 കുടിക്കാറുന്നില്ലേ എന്ന് സച്ചി. നീ സച്ചേട്ടനോടൊരു വാക്ക് പറഞ്ഞത് നിങ്ങൾ 2 പെഗ് ഞാൻ ഒഴിച്ചു തരില്ലായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് രേവതി അടി വെച്ച് കൊടുക്കുക. എനിക്ക് 2 പെഗ് ഒഴിച്ചു തരും നിങ്ങളല്ലേ എന്ന് ചോദിച്ചാൽ രേവതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അടിക്കുന്നു. നിങ്ങൾ കുടിച്ചാൽ പോരാഞ്ഞിട്ട് ഇനി എന്നെയും കുടിപ്പിക്കണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞല്ലേ രേവതി എന്ന് പറഞ്ഞ് സച്ചി രേവതിയോട് പറയണേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ രേവതി നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്ന എൻ്റെ സച്ചേട്ടാ? അന്നേരം മോള് രേവതി എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നിന്നെ കാണാനേ എന്തൊരു ഭംഗിയാണെന്നറിയാവോ? അപ്പോൾ അത് നിങ്ങൾക്ക് ബോധമില്ലാത്തത് കൊണ്ട് തോന്നുന്നതാണെന്ന് പറഞ്ഞപ്പം ഇല്ല നീ സുന്ദരിയാ, അപ്പോൾ സുന്ദരിയാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതി ഭയങ്കര ഇത്. അപ്പം അവിടെ എത്ര പേര് വേഷം കെട്ടി വന്നു? പണക്കാരിയായ പാർലറേട്ടത്തി വർഷ, എല്ലാവരും ഉണ്ടായിരുന്നില്ലേ?
പക്ഷേ തെളിഞ്ഞു നിന്നതേ എൻ്റെ രേവതി മോളല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി. അവർക്ക് നിന്റെ അഴകിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്നേ, സത്യമാ എന്നൊക്കെ പറയുമ്പോൾ രേവതി ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഭയങ്കര സന്തോഷം രേവതിക്കും. സച്ചി കുടിച്ചിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ. നിന്നെ കാണാൻ എന്തൊരു ചന്തവാടി രേവതി. അപ്പം വീണ്ടാണ്ട് കിടന്ന് ഉറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ കിടന്ന് പിച്ചുമ്പേയും പറയുന്നു. അപ്പോൾ അതേ കിട്ടി എന്ന രേവതി. രണ്ടാണത്തിൻ്റെ കിടത്ത് നീ നോക്കിക്ക രേവതി. അപ്പോൾ കാണും എനിക്ക് ചിരി വരിക രേവതി എന്നൊക്കെ സച്ചി എന്ന് പറയുവാണ്. സാരല്ലേടാ, ഉണർന്നു കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. എന്താ മോളെ നീ ആലോചിക്കുന്നതെന്ന് സച്ചി രേവതിയോട് ചോദിക്കുമ്പോൾ, സത്യമായിട്ടും എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നോ എന്ന് രേവതി ചോദിച്ചു. അപ്പോൾ ഭംഗിയുണ്ടായിരുന്നു. അപ്പം മാത്രമല്ല, ഇപ്പോഴും നിന്നെ കാണാനേ നല്ല ഭംഗിയാ. നീ സുന്ദരി കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി രേവതിയുടെ ഫോട്ടോയൊക്കെ എടുക്കുന്ന കൈകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി ഇറങ്ങി വരുന്നു. ഇവർ ഉറങ്ങിയിട്ടില്ല. ശ്രുതിക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്. ദൈവമേ, ഇതുങ്ങൾ ഉറങ്ങുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ശ്രുതി കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഞാൻ എൻ്റെ സച്ചേട്ടനെ കണ്ടിട്ടില്ല എന്ന് രേവതി സച്ചോട് പറയാം. ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ സച്ചേട്ടാ, എന്ത് രസമാണെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ, ആണോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമയിലൊക്കെ വരുന്ന ഒരു ഹീറോയെ പോലെ തോന്നി എന്ന് പറഞ്ഞു. സത്യമായിട്ടും തോന്നിയോ എന്ന് ചോദിച്ചപ്പം സത്യമായിട്ടും തോന്നി. അപ്പം ഞാൻ സുന്ദരനാണോ? പിന്നെ അല്ലാതെ സുന്ദരൻ തന്നെയാണെന്ന് പറഞ്ഞു. ഇന്ന് ഫംഗ്ഷന് വന്ന് എല്ലാവരും സച്ചേട്ടനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്നൊക്കെ കാര്യം പറയാം. ആണോ? കണ്ണ് കിട്ടാണ്ടിരുന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഭയങ്കര ഇതായിട്ടങ്ങ് രേവതി അങ്ങ് സ്നേഹം കൊണ്ട് പൊതിയാ സച്ചിയെ. പിന്നെ രേവതി, നമുക്കേ കണ്ണിൽ നോക്കിയിരിക്കാം. ശ്രീകാന്ത്, എടാ ഞാനാണ് ബിസിനസ് ഗേൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അന്നേരത്തേക്കും ശ്രീകാന്തിനോട് ഉറക്കപ്പിച്ചിൽ പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് മിണ്ടാതെ കിഴങ്ങാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് ചിരി വരുന്നത്. അപ്പോൾ പാർലറായിട്ടത്തിയുടെ ഒരു ഫ്രണ്ടില്ലേ, എന്താ അവളുടെ പേര്? അപ്പം മീര. അവളുണ്ടല്ലോ, അവളെ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്നിരുന്നേ. ഏത് സമയത്തും അവൾ എന്നെയാണ് നോക്കുന്നതെന്ന കാര്യം പറഞ്ഞപ്പം, നിങ്ങൾ അവളെ നോക്കിയത് കൊണ്ടല്ലേ അവൾ നിങ്ങളെ നോക്കുന്നത് കണ്ടത്? അപ്പോൾ അതെ. അപ്പോഴത്തേക്ക് രേവതി പിന്നെ അടിച്ചു. അയ്യോ, അടിക്കല്ലേ. അപ്പോൾ നിങ്ങൾ എന്തിനാ അവളെ നോക്കിയെന്ന് ചോദിച്ചാൽ അടിക്കുന്നത്? അതല്ല, ഞാൻ പൊക്കോട്ടെ സച്ചേട്ടൻ, എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു. സമയം ഒരുപാടായിന്നേ. സമയം എത്രയെങ്കിലും ആവട്ടെ, അതിങ്ങനെ ക്ലോക്ക് കറങ്ങുന്നതല്ലേ. ഇനി ഒരു 5 മണിക്കൂർ, വേറെ 5 മണിക്കൂർ എൻ്റെ കൂടെ ഇരുന്നാൽ മതിയെന്ന് സച്ചു പറഞ്ഞു. 5 നിമിഷം പോലെ അത് പോകുന്നു. നമുക്ക് ചുമ്മാ അതൊക്കെ പറഞ്ഞങ്ങ് ഇരിക്കാന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. അങ്ങനെ രേവതിക്ക് ഉറക്കം വരുന്നു. ശ്രുതി പിന്നെ ഇറങ്ങി, നടക്കാനില്ല. ശ്രുതി പിന്നെയും മുറിയിലേക്ക് പോയി. ശ്രുതി മുറിയിലേക്ക് ചെന്നിട്ട് അപ്പോൾ അവരൊന്നും ഉറങ്ങുമെന്ന് തോന്നണില്ല. പിന്നെ ഞാൻ ഉറക്കം ഒളിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് ശ്രുതി പറയാം. ഇന്നിനി അതൊന്നും നടക്കത്തില്ല. പിന്നെ രാവിലെ എങ്ങനെയെങ്കിലും ഫോൺ എടുക്കാം. ഫോൺ ആ ശ്രുതിയുടെ പോക്കറ്റിൽ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് പോയി കിടക്കുക. പിന്നെ രാവിലെ അച്ഛൻ ഉറക്കം വരാതെ അച്ഛൻ ഇങ്ങനെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ ശ്രുതി ഒന്നുകൂടെ ഇറങ്ങി വന്നു. അപ്പോൾ രാവിലെ ഫോൺ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, എന്നാലും ഒന്ന് പോയി നോക്കിയേക്കാം എന്ന് വിചാരിച്ച് ഒന്നുകൂടെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഹോളിലൂടെ നടക്കുക കേട്ടോ. അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് വരുന്നേ. രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അച്ഛൻ നടക്കാൻ പോകുന്നില്ലേന്ന് ചോദിച്ചു. പോണം മോളെ, പോണം. നമുക്ക് വാതിൽ തുറന്നാലോ അച്ഛാ, നേരം വെളുത്തില്ലേ അച്ഛാ എന്നെങ്ങനെ ചോദിക്കാം. അപ്പോൾ അവർ പുറത്ത് തന്നെ കിടക്കുകയല്ലേ, ആരെങ്കിലും കണ്ടാ എന്ന് രേവതി ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ചെല്ല് പോയി തുറക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ വാതിൽ ചെന്ന് തുറന്നപ്പോൾ 3 എണ്ണം ഇങ്ങനെ അവിടെ കിടപ്പുണ്ട്. കിടപ്പ് കണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. 3 പേരെ അന്തം വിട്ട് നോക്കുക കേട്ടോ. അപ്പം 3 പേരെ എഴുന്നേക്ക. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പതുക്കെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അച്ഛനിങ്ങനെ നിൽക്കുന്നു. അയ്യോ ഏട്ടന്മാർ എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക്, സച്ചേട്ടാ ആറാത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി. അപ്പോൾ നിൻ്റെ അച്ഛനാടാ നമ്മുടെ സച്ചിയോട് അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ സച്ചി ചാടി അങ്ങ് എഴുന്നേറ്റിട്ടോ. അയ്യോ അച്ഛൻ, സച്ചിയേട്ടാ എന്ന് പറഞ്ഞു രേവതി. അപ്പോൾ ശ്രുതിയേട്ടാ അങ്ങ് എഴുന്നേക്കെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി ഇറങ്ങി വന്നു. ശ്രുതിയും കണ്ണ് തുറന്നു നോക്കുമ്പോൾ നീ എന്താ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. എടാ, എൻ്റെ ബെഡ്റൂമിൽ വന്ന് കിടക്കുന്ന എന്തിനാണ്, പുറത്ത് പോടാ എന്ന്. അപ്പോൾ ഇനി അവിടെ പുറത്ത് പോകാനാ, നമ്മൾ 3 പേര് ഇന്നലെ പുറത്തല്ലേ കിടന്നതെന്ന് ചോദിച്ചു. പുറത്തോ നമ്മളോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എഴുന്നേറ്റ് നോക്കുമ്പോൾ ശരി അതേ. അയ്യോ ഇതെന്താ ഇങ്ങനെ, നമ്മൾ ഇന്നലെ കുടിച്ചിട്ട് വന്നതുകൊണ്ട് അച്ഛൻ നമ്മളെ വീട്ടിൽ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് കിടന്നത്. ഇപ്പോൾ ഓർമ്മ വന്നോന്ന് ശ്രീകാന്തി ചോദിക്കുക. ശരിയാ ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം എനിക്കെല്ലാം ഓർമ്മ വന്നു എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരം പറയണം. അച്ഛൻ കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുന്നു. അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് ചെല്ലുന്നു കേട്ടോ. അച്ഛാ അതെ, അയ്യോ ഭയങ്കര ബോഡി പെയിൻ ആണല്ലോ അച്ഛാ എന്നൊക്കെ പറഞ്ഞാൽ ശ്രുതി ചെല്ലണേ. അപ്പോൾ ശ്രുതിക്ക് പേടിയാ. ഫോൺ കോട്ടിൻ്റെ പോക്കറ്റിൽ തന്നെ ഉണ്ട്, ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി നിൽക്കുക. അപ്പോൾ എടാ
നീ വലിയ മുതലാളിയാണെന്നല്ലേടാ പറയാറ്. അങ്ങനെ ഒരാളിങ്ങനെ കുടിച്ച് തറയിൽ കിടക്കാവടാ. അതുപോലെ അച്ഛനല്ലേ ഞങ്ങളിവിടെ കിടത്തിയത് നീ ചോദിച്ചപ്പോൾ എന്ത്? അല്ല, ഒന്നുമില്ലെങ്കിലും ഞാൻ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആണെന്നുള്ള കാര്യം അച്ഛൻ മറന്നുപോയില്ലേ? ഇന്നലെ രാത്രിയോടെ എൻ്റെ റേഞ്ച് ഉയർന്ന അച്ഛാ. അത് ഞാൻ കണ്ടായിരുന്നു ഇന്നലെ. അച്ഛൻ ഇത് പഴയ സുധിയല്ല, എൻ്റെ റേഞ്ച് ഇപ്പോൾ വേറെ ലെവലാ അച്ഛാ. ഇപ്പം ഭയങ്കര ലെവലിലാ. അച്ഛാ ഇന്നലെ രാത്രി പിന്നെ ഞാൻ റേഞ്ചേ ഉണ്ടായിരുന്നില്ല, തറയിലാണ് കിടന്നത്. അപ്പോഴേക്കും നീ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു അച്ഛൻ. മോനെ സുധി എന്ന് പറഞ്ഞു ഓടി വന്ന അമ്മ. മോനെ സുധി, അയ്യോ മോനെ, ഇന്നലെ രാത്രി അമ്മ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അയ്യോ എന്തോ പറ്റി നമ്മുടെ കണ്ണിന്? അതല്ല മോനെ, നീ എങ്ങനെ ഇവിടെ കിടന്ന്, തണുത്തില്ലേ നിനക്ക്? അപ്പോൾ മാറ, ഇക്കടെ അങ്ങോട്ട് മാറോ എന്ന് പറഞ്ഞ അച്ഛൻ വന്നു. നീ ഒറ്റ ഒരുത്തി ഇവനെ ലാളിച്ച് വഷളാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛാ ഇന്നലെ വന്ന അഭിലാഷ് സാറല്ലേ, സാറിന് കമ്പനി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കുടിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു തലയാട്ടോ. അല്ല, ബിസിനസ് മീറ്റിങ്ങിൽ ഇതൊക്കെ സാധാരണയാണ് അച്ഛാ. ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ ഇന്നലെ രാത്രിയോടുകൂടി എൻ്റെ റേഞ്ച് കൂടിയെന്ന്. അച്ഛാ പിന്നെ പഴയ സുതിയല്ല, ഞാനിപ്പോൾ വളരെ വളരെ ഉയരത്തിലാ അച്ഛാ. അച്ഛൻ കണ്ടോ ബിസിനസ്സുകാരൊക്കെ ഈ ഡീലറെ കാണാൻ വേണ്ടി ഈ വീട്ടുമുറ്റത്ത് ക്യൂ നിൽക്കും. ക്യൂ. എടാ, ബിസിനസ് മീറ്റിംഗ് ആയാൽ കുടിക്കണം, കമ്പനി കൂടണം എന്നൊന്നും നിർബന്ധമില്ല. ഉയർന്ന റേഞ്ചിൽ എത്തണമെങ്കിൽ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല. മനസ്സിലായോ നിനക്ക്? എടാ ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല, മനസ്സിലായോ? നിങ്ങൾ കുടിച്ചതും പോരാഞ്ഞപ്പോൾ ആ ചെറുക്കനെയും കുടിപ്പിച്ചില്ലേ നിങ്ങൾ? പിന്നെ മറ്റുള്ളവരെ കൊണ്ട് ഞാൻ അച്ഛൻ വിചാരിക്കുന്ന പോലെ അല്ല. എന്തിനാ അങ്ങളെ മറ്റുള്ളവരെ കുറ്റം പറയുന്നേ? ആ ചെറിയവന് രണ്ടെണ്ണം കൊടുക്കാൻ പറഞ്ഞു വർഷ വന്നു. അവനതാ കൊച്ചുകുട്ടിയാണോ മറ്റുള്ളവർ കുടിക്കുമ്പോൾ വാങ്ങിച്ചു കുടിക്കാൻ? അവനായിട്ട് അറിഞ്ഞു കുടിച്ചതല്ലേ എന്നൊക്കെ വർഷ ചോദിക്കുക. അന്നേരം വർഷ അകത്ത് കയറാനുള്ള വഴി നീ എടുത്ത് തടയല്ലേ എന്ന് പറഞ്ഞു. സാധാരണ സച്ചിയാണ് ഇവിടെ കുടിച്ചിട്ട് വരാറുള്ളത്. ഒരു പരിധിവരെ എങ്ങനെയൊക്കെയോ നിർത്തിച്ചു. ആ ഒരു ആശ്വാസത്തിലിരിക്കുമ്പോൾ അതെ 3 കൂടി കുടിച്ചിട്ട് വരുന്നത്. ഇനി ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഞാനും കൂടെ കുടിക്കാമെന്ന് പറഞ്ഞു. അന്നേരത്തേക്കും സച്ചി ഇങ്ങനെ ചിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ഇങ്ങനെ സൈഡിലേക്ക് നോക്കി നിൽക്കുന്നു. അത് പിന്നെ അച്ഛാ ഞാനതിന് സച്ചിയെ പോലെ ഡെയിലി കുടിക്കുന്നവനൊന്നും അല്ലല്ലോ ഒന്ന് സുധി. സച്ചിക്ക് അന്നേരം ദേഷ്യം വന്നു. അച്ഛൻ ഞാൻ കുടിക്കാറേ ഇല്ലല്ലോ എന്ന് ശ്രീകാന്ത. നിങ്ങൾ രണ്ടുപേരും പിന്നെ പുണ്യാളന്മാരാണല്ലോ അല്ലേ എന്ന് സച്ചി. ഇന്നലെ നിങ്ങൾ കുടിച്ചതൊക്കെ തീർത്തായിരുന്നല്ലോ അല്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുക. പറഞ്ഞു ശ്രീകാന്ത് നിൽക്കുക. അച്ഛാ ഇന്നലെ രാത്രി എന്നെക്കാളും കുടിച്ചത് ഇവന്മാരാണെന്ന കാര്യം സച്ചി അന്നേരം പറഞ്ഞു. അച്ഛാ അത് പിന്നെ ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ. എന്തിനാണ് നീ കുറച്ചാക്കിയേ? എന്തായാലും ഈ ശീലം നിർത്തിക്കോ. കുറച്ചായിട്ടൊക്കെ തന്നെയാണ് തുടങ്ങുക, പിന്നെ അത് കൂടി വരുമെന്ന് പറഞ്ഞ് അച്ഛൻ ഇവരെ വഴക്ക് പറഞ്ഞു. പിന്നെ അത് ഇല്ലാണ്ട് പറ്റാണ്ട് വരും, അങ്ങനെയാണ് നശിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി കുടിക്കേണ്ടതെന്ന് പറഞ്ഞത്. മനസ്സിലായോടാ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഒരുത്തം തന്നെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കോളേജിൽ പഠിച്ച് ബിരുദം നേടി, ഇവൻ ബാറിൽ പോയി കുടിയിൽ ബിരുദം നേടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കിട്ടിയ അവസരത്തിൽ സച്ചയെ കളിയാക്കുമ്പോൾ അമ്മേ പരിഹസിക്കണ്ട, ഇദ്ദേഹം അങ്ങനെ മുഴുക്കുടിയനൊന്നും അല്ല എന്നും ഇതിപ്പോൾ 3 പേരും ചേർന്നല്ലേ കുടിച്ചത്, എന്തിനാ ഇദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതെന്ന് രേവതി ചന്ദ്രയോട് ചോദിക്കാട്ടോ. അയ്യോ ഞാൻ ഇവരെ ഒന്നും പറയുന്നില്ലേ, അവൻ കെട്ടുപോയാൽ എനിക്കെന്താ? ഇവർ രണ്ടുപേരുവേ ഇവൻ്റെ കൂടെ കുടിച്ചിട്ടാണ് ഇന്നലെ കുടിച്ചത്. ഇവനാണ് ഇവരെ കുടിപ്പിച്ചതെന്ന് സച്ചി. ഇവരെ നശിപ്പിക്കരുതെന്ന് ഒന്ന് നിന്റെ കെട്ടിയവനോട് പറ. അപ്പോൾ ഇന്നലെ ഞാൻ കുടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഇവറ്റകൾ 2-3 റൗണ്ട് കുടിച്ചു, നിങ്ങൾക്കറിയാവോ? എന്നിട്ട് ഞാനാണ് അത്ര ഇപ്പം കുറ്റം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയപ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അതെ നീ തന്നെയാണ് കുടിപ്പിച്ചതെന്ന് പറഞ്ഞു ചന്ദ്ര. അപ്പോൾ ആൻറ്റി ഒരാൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ അപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഇത് ചെയ്യില്ല. ഡീപ്പ് മൈൻഡ് ഉള്ളവർ മറ്റുള്ളവർ പറഞ്ഞാൽ അത് കേൾക്കും, ഈസിയായി അവരുടെ മനസ്സ് മാറ്റാനും കഴിയും. ശ്രീകാന്തി ആ കൂട്ടത്തിൽപ്പെട്ടവനാണ്. പക്ഷേ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ കുറ്റപ്പെടുത്താനുള്ള പോയിന്റ്സ് ഇട്ട് കൊടുക്കല്ലേ എന്ന് പറയുമ്പോൾ കൊടുക്കും. 100 എണ്ണം ഞാൻ ഇട്ട് കൊടുക്കും. എന്താണെന്ന് ചോദിച്ചു വർഷ. അപ്പോഴത്തേക്കും അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ ഇവരുടെ കാര്യമൊക്കെ വിട്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് കരുതി ഈ ബിസിനസ് മാഗ്നറ്റായ എന്നെ എന്തിനാ ഇവരുടെ കൂടെ കിടത്തിയത്? അപ്പോൾ ബുദ്ധി ഉറക്കാനായിട്ടാണ് അന്ന് അച്ഛൻ സുധിയോട് പറഞ്ഞു. നമ്മൾ പടി കയറി പോകുമ്പോഴേ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ ശ്രദ്ധിക്കുമെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറയുക. അങ്ങനെ ഇവർ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഈ കുടിച്ചിട്ട് വന്നതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നു. അതിനുശേഷം അച്ഛൻ്റെ തീരുമാനം പറയുക ഈ സുധിയോടും ശ്രീകാന്തിനോടും. അത് കഴിഞ്ഞ് സച്ചിൻ്റെ അടുത്തേക്ക് വന്നു. നിന്നോട് ഞാൻ എന്താ പറയണത്? പറയാൻ തുടങ്ങിയിട്ടേ കാലം കുറേ ആയില്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അന്നേരം ഒന്നും പറയണ്ട അച്ഛാ, എനിക്കെല്ലാം മനസ്സിലായി എന്ന് സച്ചി ഇങ്ങനെ അച്ഛനോട് പറയണേ. അങ്ങനെ അതും പറഞ്ഞ് നിൽക്കുമ്പോൾ അച്ഛാ ഇനി ഞാൻ മേലെ കുടിക്കില്ല അച്ഛാ. എടാ ശ്രീകാന്തെ നീ ഇനി മേലെ കുടിച്ചു പോയേക്കരുത്, ഇവൻ നിർബന്ധിച്ചാൽ പോലും ഒന്ന് സുധി. അപ്പോൾ നോട്ടക്കം കൊടുത്തു പറഞ്ഞുകൊണ്ട് വർഷം ശ്രീകാന്തിനെ വലിച്ചഴിച്ച് കൊണ്ടുപോവാ, കാണിച്ചു തരാൻ ഞാൻ. സുധി ഷോപ്പിൽ പോകണ്ടേ വാ എന്ന് പറഞ്ഞുകൊണ്ട് സുധിയും കൂട്ടിക്കൊണ്ട് ശ്രുതി അകത്തേക്ക് കയറി പോകണം. പൊന്നാര ഭർത്താവിനോട് സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഫോൺ എടുക്കാനുള്ള ആർത്തി കൊണ്ടാണ് കെട്ടിയവനെ വിളിച്ചുകൊണ്ട് ശ്രുതി പോകുന്നത്. അതിൽ നിൽക്കുന്ന പൊട്ടന്മാരാരും അറിഞ്ഞതുമില്ല.
ഭയങ്കര തണുപ്പും കൊതുകുമായിരുന്നു. ഉറങ്ങാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ശ്രുതിയുടെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണിൽ കയറി വട്ടം ഒന്ന് പിടിച്ചു. അയ്യേ ഇതെന്നെ കാണിക്കുന്ന ശ്രുതി ഒരിക്കൽ കൂടുന്നു. ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക. ഈ സമയത്ത് സച്ചി അച്ഛൻ്റെ തോളിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ചന്ദ്ര ഇങ്ങനെ ഭാവത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ടാറ്റാ.